നീ എന്തിനാ ജോ ചിരിക്കുന്നത്? അവൻ ചിരിക്കുന്നത് കണ്ട് നിക്കു സംശയത്തോടെ ചോദിച്ചു. അവൾ എൻ്റെ അടുത്ത് വരും, ജോ ഉറപ്പോടെ പറഞ്ഞു. എങ്ങനെ? നീ എന്തുറപ്പിലാണ് ഇത് പറയുന്നത്? മനു അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളായിട്ട് വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കവളെ അവിടുന്ന് കൊണ്ടുപോകാൻ അവൻ്റെ സമ്മതം വേണ്ട, അവളുടെ പോലും സമ്മതം വേണ്ട. പിന്നെ അത് മനുവായതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും ചെയ്യാത്തത്. നിനക്ക് മനുവിനോട് ദേഷ്യമാണോ ജോ? നിക്കു സംശയത്തോട് ചോദിച്ചു. എനിക്കെന്തിനാ അവനോട് ദേഷ്യം? അല്ല, അവളെ അവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത് കൊണ്ട്. അവൾക്ക് അതിലും വലിയൊരു സുരക്ഷിതത്വം വേറെങ്ങും കിട്ടില്ലടാ. അവൻ്റെ അടുത്ത് അവൾ സേഫായിരിക്കും, അതെനിക്ക് ഉറപ്പാ. പിന്നെ അവളെ കാണാനൊന്നും സമ്മതിക്കാത്തത് അതെൻ്റെ കയ്യിലിരിപ്പിൻ്റെയാ. അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. ജോ, പപ്പ വേറെ കല്യാണം നോക്കൂ എന്ന് കരുതിയാ നീ സ്നേഹിച്ച ആമയെ വിവാഹം കഴിച്ചത്. അതുവരെ ഓക്കെ. ബട്ട് നീ എന്ത് ധൈര്യത്തിൽ അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയത്? ഒരു പക്ഷേ മനു അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അവൾ എങ്ങോട്ട് പോയേനെ എനിക്കറിയില്ല. അപ്പോൾ ജെനിയും അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സ് പതറിപ്പോയെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകട്ടെ എന്ന് കരുതി. എന്തായാലും എൻ്റെ മിന്നും കഴുത്തിലിട്ട് അവളവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കാര്യം അറിയുമല്ലോ. അവനെ അങ്ങനെ കൊടുക്കുക എന്നൊക്കെ ഞാൻ കരുതി. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചു പോയടാ. പിന്നെ പപ്പ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. അനു അവളെ കൊണ്ടുപോയില്ലെങ്കിലും അവളെ ഞാൻ വിടില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവൻ അവളെ കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞു. നീ ഇനി എങ്ങോട്ട് പോകും? ആമയെ കൊണ്ട് ചെന്നാൽ മതിയെന്നല്ലേ അങ്കിള് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എസ്റ്റേറ്റിലേക്ക് പോകാമെന്നാണ് കരുതിയേക്കുന്നേ. നീ പോകുന്ന വഴിയിൽ വിനീതിൻ്റെ ഷോപ്പിൽ നിർത്തണേ. എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണം. വീട്ടിൽ പോയി എടുക്കാൻ പറ്റില്ലല്ലോ. ഒറ്റയ്ക്കോ? വേണ്ട, നീ വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ നിൽക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. വേണ്ടടാ, വേണം. നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിക്കു പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തു. ആമി റെഡിയായി വന്നതും മനു അവളെയും കൊണ്ട് ഇറങ്ങി. എങ്ങോട്ടാ ഏട്ടാ പോകുന്നത്? പറയാം, മോള് കയറ്. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അവൾ കയറിയതും അവൻ വണ്ടിയെടുത്തു. വലിയൊരു ഷോപ്പിന് മുൻപിൽ അവൻ വണ്ടി നിർത്തി. മോൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പാർക്ക് ചെയ്തിട്ട് വരാം. മനു അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവളെയും കൊണ്ട് ലേഡീസ് സെക്ഷനിലേക്കാണ് അവൻ പോയത്. അവൾ സംശയത്തോടെ അവനെ നോക്കി. അവളുടെ ചേച്ചിയുടെ പഴയ ഡ്രസ്സൊക്കെയല്ലേ കയ്യിലിരിക്കുന്നത്? ഇനി നമുക്കതൊന്നും വേണ്ട, പുതിയതെടുക്കാം, വാ. അവൻ അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അത് സാരമില്ല ചേട്ടാ, എനിക്ക് അതൊക്കെ മതി. ഇനി പുതിയതൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാനാ നിനക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നത്. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും പിന്നെ അവൾ ഒന്നും മിണ്ടാൻ പോയില്ല. മോള് വേണ്ടുന്ന ഡ്രസ്സൊക്കെ എടുക്ക്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാ. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുത്തേക്കണേ. അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൻ പോയതും അവൾ 2 നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് നോക്കാൻ തുടങ്ങി. ജോയും നിക്കുവും ഷോപ്പിലേക്ക് കയറാൻ തുടങ്ങിയതും ഫസ്റ്റ് ഫ്ലോറിൽ ഡ്രസ്സ് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആമിയാണ് കണ്ടത്. ജോ, ആമി തന്നെയല്ലേ അത്? നിക്കു സംശയത്തോട് ചോദിച്ചു. അതെ, ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യ, അവൻ്റെ ഒരു കിണി. നിക്കു അവനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ പോടാ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ജോ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. വേണ്ട ജോ, വെറുതെ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട. മനുവും കൂടെ കാണും. അവളെന്തായാലും ഒറ്റയ്ക്ക് വരില്ലല്ലോ. നിക്കു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല. മനു വിനീതിൻ്റെ അടുത്ത് പോയി കാണും. തേടിയ വള്ളിയാ കാലിൽ ചുറ്റിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെ കണ്ട് 2 വർത്താനം പറഞ്ഞിട്ട് വരാടാ. ജോ ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ വിട്ടുകൊണ്ട് പറഞ്ഞു. ഇവൻ ഇതെന്തു ഭാവിച്ചാണോ എന്തോ. പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ ദൈവമേ. നിക്കു മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ പുറകെ നടന്നു. അവൻ അവളുടെ അടുത്തായിട്ട് വന്നു നിന്നു. പരിചിതമായ ഗന്ധമറിഞ്ഞതും അവളുടെ നെഞ്ചിടിപ്പ് കൂടി. കൈകൾ വിറച്ചു. തല ഉയർത്തി നോക്കാതെ തന്നെ തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിനെ അവൾക്ക് മനസ്സിലായി. എന്താ ഭാര്യയെ, കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടല്ലോ. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സിൽ പിടിച്ചിരിക്കുന്ന അവളുടെ കൈക്ക് മുകളിലായി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ കൈക്കിടയിൽ നിന്നും അവളുടെ കൈ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആമി, അവൻ വിളിച്ചതും അവൾ അവനെ എതിർക്കുന്നത് നിർത്തിയിട്ട് മുഖമുയർത്തി അവൻ്റെ നോക്കി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. ജെനിയോടുള്ള അമിതമായ സ്നേഹമാണ് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. ആ ഒരു ദേഷ്യത്തിലും വാശിയിലും എനിക്ക് നിൻ്റെ മനസ്സ് കാണാൻ പറ്റിയില്ലടി. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. എൻ്റെ കൂടെ വന്നൂടെ പ്ലീസ്? സാറ് പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ എന്നോട് മാപ്പ് ചോദിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത്? അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ സംശയത്തോടെ അവളെ നോക്കി. ചിന്നു പറഞ്ഞു സാർ ഇറക്കി വിട്ടെന്ന്. വീട്ടിലേക്ക് തിരിച്ചു കയറാനല്ലേ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നത്? ഓ, എല്ലാം വിളിച്ച് അപ്പോൾ തന്നെ അറിയിച്ചു അല്ലേ? അതെ, അങ്ങനെ തന്നെയാ. നീ കാരണമല്ലേ എന്നെ ഇറക്കി വിട്ടത്. എന്നിട്ട് നീ അവൻ്റെ വീട്ടിൽ സുഖിച്ചു കഴിയാൻ പോകുമല്ലേ? ഞാൻ എങ്ങോട്ട് പോകും? അവൻ അത്രയും സ്നേഹത്തോടെ പറഞ്ഞിട്ടും അവനെ മനസ്സിലാക്കാതെ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് ദേഷ്യം വന്നു.
അവളൊന്നും മിണ്ടാതെ വീണ്ടും ഡ്രസ്സ് നോക്കാൻ തുടങ്ങി. അവൻ അവിടെ നിൽക്കുന്നു എന്ന് പോലും ശ്രദ്ധിക്കാതെ അവൾ സെയിൽസിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ അടുത്തു നിന്നിട്ടും അവനെ മൈൻഡ് ചെയ്യാതെ അവൾ നിൽക്കുന്നത് കണ്ട് അവന് ദേഷ്യം വന്നു. ആമി! അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ജോ, എന്താ ഇത്? അവളെ വിട്ടേ. ദേ, എല്ലാവരും നോക്കുന്നടാ. നിക്കു ഓടി വന്ന് അവളെ അവനിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ജോ ചുറ്റിനും നോക്കി. അവിടെ ഇവിടെ നിൽക്കുന്നവരും സെയിൽസിൽ നിൽക്കുന്ന പെൺകുട്ടികളും ഒക്കെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ജോ അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനെ കണ്ട് നീ കൂടുതൽ എന്നെ എതിർക്കാൻ നിൽക്കരുത്. നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയവനാ ഞാൻ. നിന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. ഞാനത് ചെയ്യാത്തത് മുൻപിൽ നിൽക്കുന്നത് അവനായതുകൊണ്ടാ എന്ന് കരുതി നീ നിഗളിക്കാൻ നിൽക്കണ്ട, കേട്ടോടി. അവൻ അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. ജോ, നീ ഇങ്ങോട്ട് വന്നേ. നിക്കു അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പം വരാം, നീ ഡ്രസ്സ് എടുത്തോടി. അവൻ നിക്കുവിനോട് പറഞ്ഞിട്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിന്നു. ഡി, നിന്നോടാ ഞാൻ ചോദിച്ചത്. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എടുത്തില്ല. അവൾ അവനെ നോക്കി നിറകണ്ണുകളോടെ പറഞ്ഞു. അവൻ മൂളിക്കൊണ്ട് അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ നോക്കിയെടുക്കാൻ തുടങ്ങി. 3-4 ജോഡി ഡ്രസ്സുകൾ അവനെടുത്ത് പാക്ക് ചെയ്യാൻ കൊടുത്തു. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. എനിക്ക് തോന്നുമ്പോൾ നിന്നെ കാണാൻ വരും. എനിക്ക് സ്നേഹിക്കാൻ തോന്നുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കും. കിസ് ചെയ്യാൻ തോന്നിയാൽ ഞാൻ കിസ് ചെയ്യും. ദേഷ്യപ്പെടാൻ തോന്നിയാൽ ദേഷ്യപ്പെടും. കാരണം നീ എൻ്റെയാ. എനിക്ക് മാത്രമേ ഇതിനൊക്കെ അവകാശമുള്ളൂ. എന്നെ എതിർക്കാൻ നിന്നാൽ അറിയാലോ എന്നെ. പിന്നെ നീ നേരത്തെ തന്നത് അത് ഞാനങ്ങ് ക്ഷമിക്കുക. നിന്നോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് വിഷമമില്ല എന്ന് കരുതി ഒരു തവണ കൂടെ നീ അത് ആവർത്തിച്ച എൻ്റെ പൊന്നുമോള് ഒരുപാട് വേദനിക്കേണ്ടി വരും. ചിലപ്പോൾ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായോടി? അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി. മനസ്സിലായോടി? അവൻ കുറച്ച് ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു. അവൾ പേടിച്ചു മൂളി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ തട്ടി. പിന്നെ ആ ഡ്രസ്സ് എടുത്തത് അവനോട് പറയണ്ട. അത് ഞാൻ നിനക്ക് എടുത്തു തന്നതാ, കേട്ടല്ലോ. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി തലയാട്ടി. ജോ! മനുവിൻ്റെ ദേഷ്യത്തോടെയുള്ള വിളി കേട്ടതും അവരെല്ലാവരും തിരിഞ്ഞു നോക്കി. നീ എന്താ ഇവിടെ? ജോയുടെ അടുത്ത് നിന്നും ആമയെ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അതെന്താ അളിയാ അങ്ങനെ പറയുന്നത്? ഇതൊരു ഷോപ്പല്ലേ? അപ്പോൾ എന്തിനായിരിക്കും ഇങ്ങോട്ട് വരുന്നത്? പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ പെണ്ണ് തനിച്ചിരുന്ന് ഡ്രസ്സ് എടുക്കുന്നു. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി. നിൻ്റെ സപ്പോർട്ട് ഇവിടെ ആവശ്യമില്ല. അവളെ കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ എനിക്കറിയാം എന്തെടുത്ത് കൊടുക്കണമെന്ന്. മനു ദേഷ്യത്തോടെ പറഞ്ഞു. നിക്കു വേണ്ട എന്ന് അവനെ കണ്ണു കാണിച്ചു. ജോ, വാ പോകാം. നിക്കു അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയും അവിടെ നിന്ന ചിലപ്പോൾ രണ്ടുപേരും കൂടി തർക്കമാകുമോ എന്ന് അവന് പേടിയുണ്ടായിരുന്നു. ജോ ആമയെ നോക്കി. അവൾ കുനിഞ്ഞ് അവനെ നോക്കാതെ നിൽക്കുകയായിരുന്നു. മനു അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവൻ അവരെ നോക്കിക്കൊണ്ട് ബിൽഡിംഗ് സെക്ഷനിലേക്ക് നടന്നു. ആമയ്ക്ക് വാങ്ങിയ ഡ്രസ്സിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവൻ അവൻ്റെ ഡ്രസ്സ് നോക്കാൻ പോയി. മോള് ഡ്രസ്സ് എടുത്തോ? മനു അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നു. ആര്? ചേട്ടൻ്റെ ഫ്രണ്ട്. ജോയോ? അതെ. അവൻ ചിരിച്ചുകൊണ്ട് മൂളി. നമുക്ക് പോകാം. ആമി അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. എന്തേ, അവൻ ഇനിയും വരുമെന്നുള്ള പേടിയാണോ? മനു ചോദിച്ചതും അവൾ തലയാട്ടി. പേടിക്കണ്ട, ഞാനില്ലേ. ഞാൻ കാരണം നിങ്ങൾ വഴക്കായില്ലേ? ഇതൊന്നും കണ്ട് മോള് വിഷമിക്കണ്ട. അവൻ എന്താണെന്ന് എനിക്കും ഞാൻ എന്താണെന്ന് അവനും നന്നായിട്ടറിയാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുമെങ്കിലും അതൊക്കെ പിന്നീടങ്ങ് ശരിയായിക്കോളും. മോള് വാ, നമുക്ക് പുറത്തിടുന്ന കുറച്ച് ഡ്രസ്സ് കൂടി എടുക്കാം. വീട്ടിലിടാൻ ഭർത്താവ് വാങ്ങിച്ചു തന്നല്ലോ. അവൻ അവളെ കളിയാക്കി പറഞ്ഞുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് നടന്നു. അവിടെ ചെന്ന് അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സും മറ്റും എടുത്ത് ബില്ല് പേ ചെയ്തിട്ട് അവർ ഇറങ്ങി. ജോ അവർ പോകുന്നതും നോക്കി ചിരിച്ചു. വൈകിട്ട് ആമി ഹാളിലിരുന്ന് TV കാണുവാണ്. മനു അവളെ നോക്കി കുറേ നേരം ഇരുന്നു. നിഷ്കളങ്കമായിരുന്ന് കാർട്ടൂൺ കാണുന്ന അവളെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ അവന് തോന്നി. അവൻ അവളോട് പറഞ്ഞിട്ട് കുളിക്കാനായി മുറിയിലേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞതും മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നു. ആമയ്ക്ക് പെട്ടെന്നുള്ളിലൊരു പേടി തോന്നി. അവൾ TV ഓഫ് ചെയ്തിട്ട് മുകളിലേക്ക് കയറി. മനുവേട്ടാ, മനുവേട്ടാ! അവൾ അവൻ്റെ മുറിയുടെ ഡോറിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. അവളുടെ കൈയും കാലുമൊക്കെ വിറയ്ക്കുന്നത് പോലെ തോന്നി. മനു പെട്ടെന്ന് വന്ന് വാതിൽ തുറന്നു. അവൻ കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഷർട്ടിടാതെ പാൻറ് മാത്രം ഇട്ട് തല തുവർത്തുകയായിരുന്നു അവൻ. എന്താ മോളെ, എന്തു പറ്റി? അവൻ ആവലാതിയോടെ ചോദിച്ചു. അത് മുറ്റത്താരോ വന്നു. അതിന് മോളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? മമ്മിയായിരിക്കും. അത് ഇച്ച അല്ല, ചേട്ടൻ്റെ ഫ്രണ്ടാണെങ്കിലോ? ആര്? ജോയോ?
ആണെങ്കിൽ എന്താ, അവൻ വന്നിട്ട് പോകട്ടെ. എനിക്കവനോട് ഇവിടെ വരരുതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു ഉറപ്പ് തരാം, നിന്റെ സമ്മതമില്ലാതെ അവൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകില്ല. പിന്നെന്തിനാ മോള് പേടിക്കുന്നേ? ഇത് അവനായിരിക്കില്ല. അത് എന്നോട് പറഞ്ഞു, തോന്നുമ്പോൾ കാണാൻ വരും എന്നൊക്കെ അവൾ തല കുനിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ അവൻ? എന്താ അവൻ പറഞ്ഞേ? അവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ കടയിൽ വെച്ച് അവൻ പറഞ്ഞതൊക്കെ മനുവിനോട് പറഞ്ഞു. അത് കേട്ട് മനു ചിരിച്ചു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എടി, അവൻ നിന്റെ ഭർത്താവല്ലേ? എനിക്ക് പറയാൻ പറ്റുമോ നിന്നെ കിസ് ചെയ്യരുത്, തൊടരുത്, കാണരുത് എന്നൊക്കെ? അത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ വേണം പറയാൻ, അല്ലാതെ അതിനിടയിൽ എനിക്ക് റോളൊന്നുമില്ല. മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എതിർത്താ പിന്നെയും വാശി കാണിക്കും. ചേട്ടനും കണ്ടതല്ലേ ഇവിടെ വെച്ച്? കണ്ട്. മനു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടി. അവൾ കുറുമ്പോടെ അവനെ നോക്കി. അവൻ വാശി കാണിച്ചാ നീ അതിൻ്റെ ഇരട്ടി വാശി കാണിക്കണം. അല്ലാതെ അവൻ എന്തെങ്കിലും പറയുമ്പോഴും ചെയ്യുമ്പോഴും ഇങ്ങനെ കണ്ണു നിറച്ചിരിക്കുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. എനിക്ക് പേടിയാ. ആരെ? അവനെയോ? ആ, അങ്ങനെ പേടിച്ചിരിക്കുകയാണെങ്കിൽ അവൻ നിന്നെ കൂടുതൽ പേടിപ്പിച്ച് നിർത്തുകയുള്ളൂ. എന്തായാലും അവൻ നിന്റെ ഭർത്താവായി. എന്നായാലും നിങ്ങൾ ഒന്നിക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? എനിക്ക് ചോദിക്കാൻ ആരും ഇല്ലല്ലോ, അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ആമി, അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി. നിനക്ക് ആരുമില്ലേ? പറയടി, പിന്നെ ഞാനെത്തിനാടി നിന്നെ ഇവിടെ കൊണ്ടു നിർത്തിയേക്കുന്നേ? നിന്റെ കഴുത്തിൽ ഈ മിന്നി കെട്ടിയവൻ പിന്നെ ആരാടി നിന്റെ? ഒരു തവണ കൂടെ നീ ആരുമില്ലാത്തവളാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവൻ രാവിലെ തരാതെ പോയത് ഞാനായിരിക്കും തരുന്നത്, പറഞ്ഞേക്കാം. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് അവന് വിഷമമായി. മോളെ, ഇങ്ങോട്ട് നോക്കിക്കേ. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. നിനക്ക് ഞാൻ ആരും അല്ലായിരിക്കും, പക്ഷേ നിന്നെ അന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ട ദിവസം മുതൽ നീ എൻ്റെ ആരൊക്കെയോ ആണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബന്ധം പോലെയാ നിന്നോടെനിക്ക്. അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. നീ എൻ്റെ ആരും അല്ലാഞ്ഞിട്ടാണോ വർഷങ്ങളായി കൂടെ നടന്നവനെ എതിർത്ത് നിന്റെ കൂടെ ഞാൻ നിൽക്കുന്നത്? പറയ്. അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കാരണമല്ലേ നിങ്ങൾ തമ്മിൽ വഴക്കായത്? ആമി, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊന്നുമില്ല. ഇപ്പം പോലും അവൻ എന്തിനേലും എന്നെ വിളിച്ചാൽ ഞാൻ പോകും. ബട്ട് നിന്റെ കാര്യം, അതവൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാ. കൂട്ടുകാരനാണെന്ന് കരുതി അവൻ ചെയ്ത തെറ്റിന് ഞാൻ കൂട്ടുനിൽക്കില്ല. ആ തെറ്റ് അവൻ ഇപ്പോൾ തിരുത്തുന്നുണ്ട്. ഇപ്പോൾ അവൻ വിളിച്ച് നിന്നെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് നിന്നെ കൊണ്ടു ചെല്ലും. പക്ഷേ അത് നിന്റെ സമ്മതത്തോടെ മാത്രമായിരിക്കും. കാരണം അവൻ്റെ വാശിയിൽ പെട്ടുപോയത് നീയാണ്. അവൻ പണ്ട് മുതലേ അങ്ങനെയാ. അവൻ്റെ വാശി ജയിക്കാൻ അവൻ ഏതറ്റം വരെയും പോകും. അതിലവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജോയിക്ക് കുറേ താമസിച്ചാണ് ജെനിയെ കിട്ടിയത്. അതുവരെ ഒറ്റയ്ക്ക് വളർന്ന അവന് ആഗ്രഹിക്കുന്നതെന്തും പപ്പയും മമ്മിയും വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട്. മനു ആമിയെ നോക്കി പറഞ്ഞു. അവന് മനസ്സിൽ അപ്പോൾ എന്താണോ തോന്നുന്നത് അതവൻ ചെയ്യും. അതിൻ്റെ വരും വരായികളൊന്നും അവനപ്പോൾ ചിന്തിക്കില്ല. ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അവനെ എതിർക്കാറുള്ളത്. അവൻ്റെ എടുത്തുചാട്ടം ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്ന നീ പോലും അതിൻ്റെ ഭാഗമാണ്. അവൻ അങ്ങനെയാ. അത് ഇനി മാറുമെന്നും എനിക്കറിയില്ല. ആമി, അവൻ നിന്നോട് ചെയ്തു കൂട്ടിയതെല്ലാം വാശിക്കാണ്, ഒന്നൊഴിച്ച്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മിന്ന് അതവൻ വാശിക്ക് കിട്ടിയതല്ല. നിറഞ്ഞ മനസ്സോടെയാണ് അവൻ ഇത് നിന്റെ കഴുത്തിൽ ഇട്ടത്. മനു പറഞ്ഞതും അവൾ രാവിലെ അവൻ മിന്നി കിട്ടിയതോർത്തു. ശരിയാണ്, ഞാൻ കണ്ടതാ ആ കണ്ണിലെ സന്തോഷം, നീർത്തിളക്കം. പക്ഷെ അതെന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല. മിന്നിട്ട് കഴിഞ്ഞ് എൻ്റെ നെറ്റിയിൽ ചുംബിച്ചത് അത് വാശിയായിരുന്നില്ല, വാത്സല്യമായിരുന്നു. അവൾ മനസ്സിൽ ചിന്തിച്ചു. അതെന്താ അങ്ങനെ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അതൊക്കെ മോള് പിന്നെ അറിഞ്ഞോളും. ഇപ്പം നമുക്ക് ആരാ വന്നതെന്ന് നോക്കാം. മമ്മി ആയിരിക്കും, അതാ അനക്കമൊന്നും കേൾക്കാത്തത്. മമ്മി വരുമ്പോൾ വിളിക്കില്ലേ? മമ്മിക്ക് സംസാരിക്കാൻ പറ്റില്ല. മനു പറഞ്ഞതും ആമി സംശയത്തോടെ അവനെ നോക്കി. മമ്മിക്ക് സംസാരശേഷി ഇല്ല മോളെ, മമ്മി സംസാരിക്കില്ല. മനു വിഷമത്തിൽ കലർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. മനു പറയുന്നത് കേട്ടതും ആമിക്കും വിഷമമായി. അവൻ മുറിയിൽ പോയി ഒരു ബനിയൻ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു. അവർ രണ്ടുപേരും കൂടി താഴേക്കിറങ്ങി.